തിരക്കഥാരചന പൂർത്തിയായാലുടൻ ആദ്യം കർമ്മനിരതരാകുന്നവരിൽ പ്രധാനി അസോസിയേറ്റ് ഡയറക്ടറാണ്. യുദ്ധത്തിൽ സെക്കൻഡ് ഇൻ കമാൻഡിൻ്റെ റോളാണ് അസോസിയേറ്റ് ഡയറക്ടർക്ക്. അസോസിയേറ്റ് ഡയറക്ടർ അഥവാ മുഖ്യ സംവിധാന സഹായിയുടെ ഭാഗധേയവും ചുമതലകളും ചലച്ചിത്ര നിർമ്മാണത്തിൽ പരമപ്രധാനമാണ്. സംവിധായകന്റെ അസാന്നിധ്യത്തിൽ ഒരു വേള ചലച്ചിത്ര നിർമ്മാണത്തിന്റെ മുഖ്യ കാർമ്മികത്വം ഏറ്റെടുക്കുന്ന ചുമതല വരെ അയാളിൽ നിക്ഷിപ്തമാണ്. സിനിമയുടെ രചനാകാലം തൊട്ട് ആരംഭിക്കുന്ന അയാളുടെ ഉത്തരവാദിത്വങ്ങൾ പൂർണ്ണമാകുന്നത് തിരശീലയിൽ ചലച്ചിത്രം പ്രകാശിതമാകുമ്പോൾ മാത്രമാണ്. 2002 മീശമാധവൻ എന്ന സിനിമ തൊട്ട് ഈ അവസാന ചിത്രം വരെ എന്നോടൊപ്പം അസിസ്റ്റൻ്റായും അസോസിയേറ്റായും വർക്ക് ചെയ്ത ശ്രീ അനൂപ് കണ്ണനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. അനൂപ് ഈ നവംബറോടുകൂടി സ്വതന്ത്ര സംവിധായകനാവുകയാണ്. നമസ്കാരം. എന്തായാലും ഈ പരിപാടിയിലേക്ക് അനൂപിനെ കിട്ടിയതിൽ സന്തോഷം. ഞാൻ വിളിക്കാൻ കാരണം അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് ഈ പണി എന്നുള്ളത് പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. എന്താണ് അസോസിയേറ്റ് ഡയറക്ടറുടെ റോള് ശരിക്കും? ഡയറക്ടർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തതയോടും വേഗതയോടും കൂടി ഒരു സമയബന്ധിതമായി പൂർത്തിയാക്കുക എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യം. വ്യക്തത എന്ന് പറയുന്നതിനും വേഗത എന്ന് പറയുന്നതിന് രണ്ട് കാര്യങ്ങളുണ്ട്. കാരണം സിനിമയിൽ ഈ ഡയറക്ടർ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അസോസിയേറ്റിനോടായിരിക്കും. അപ്പോൾ അസോസിയേറ്റാണ് മറ്റ് ആളുകൾക്ക് ഇത് വിശദീകരിച്ച് കൊടുക്കുന്നത്. അപ്പോൾ അത് വ്യക്തമാകേണ്ടത് വളരെ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. വ്യക്തത ഇല്ല എന്നുണ്ടെങ്കിൽ ഷൂട്ടിങ്ങിൻ്റെ സുഗമമായിട്ടുള്ള മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇത് തടസ്സമാവും. പിന്നെ വേഗത, ഇത് സിനിമ എന്ന് പറയുന്നത് ഒരു നിശ്ചിത സമയത്തിനകം തീർക്കേണ്ട ഒരു കാര്യമായതുകൊണ്ട് ഇത് എങ്ങനെ വേഗത്തിൽ പ്രാവർത്തികമാക്കാം എന്നുള്ളതും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ട്. ഡ്രസ് കണ്ടിന്യൂറ്റി എന്താണ് ഡ്രസ് കണ്ടിന്യൂറ്റി? സിനിമയിൽ പല രംഗങ്ങളും നീണ്ട സീക്വൻസുകളായിട്ട് വരാറുണ്ട്. ഇപ്പോൾ ഒരാൾ രാവിലെ വീട്ടിൽ നിന്നിറങ്ങി അയാൾ ബസ് സ്റ്റോപ്പിൽ ചെന്ന് ബസ് കയറി അയാളുടെ ഓഫീസിലെത്തി. അതിനിടയ്ക്ക് അയാൾ വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിൽ വരെ ഇപ്പോൾ ഊണ് കഴിക്കാൻ പുറത്തേക്ക് പോയി തിരിച്ച് വീട്ടിലെത്തുന്ന വരെ ഒരു കഥാപരമായിട്ട് അങ്ങനെ ഒരു എപ്പിസോഡാണ് എന്നുണ്ടെങ്കിൽ, ഇത് സിനിമയെ സംബന്ധിച്ച് ഇത് ഷൂട്ട് ചെയ്യുന്നത് വീട് ഒരു ലൊക്കേഷൻ ആയിരിക്കും, ബസ് സ്റ്റോപ്പ് ഒരു ലൊക്കേഷൻ ആയിരിക്കും, ഓഫീസ് വേറെ ഒരു ലൊക്കേഷൻ ആയിരിക്കും, ലഞ്ച് കഴിക്കുന്ന സ്ഥലം വേറെ ഒരു ലൊക്കേഷൻ ആയിരിക്കും. അപ്പോൾ പല സമയങ്ങളിലും ആയിരിക്കും ഇത് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കഥാപാത്രം ധരിച്ച ഡ്രസ്സ് ഇപ്പോൾ നമ്മൾ ഒരു ദിവസമായിട്ട് അതിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് പല സമയത്ത് ഷൂട്ട് ചെയ്യുമ്പോൾ ഈ കഥാപാത്രം ധരിച്ച ഡ്രസ്സ് ചുളുങ്ങിയിട്ടുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ പോണ വഴിക്ക് ചെളിവെള്ളം തെറിച്ച് ഡ്രസ്സിൽ ചെളിയായി എന്നിരിക്കട്ടെ. അപ്പോൾ തിരിച്ച് നമ്മൾ ചിലപ്പോൾ 4 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞിട്ടായിരിക്കും ഈ ഓഫീസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചെളി തെറിച്ച ഷർട്ട് അവിടെ ഉപയോഗിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ സിനിമയിൽ ഇത്തരം വിഭാഗം കൈകാര്യം ചെയ്യാൻ വേണ്ടി മാത്രമായിട്ടൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടാകും. അപ്പോൾ സംവിധായകൻ്റെ നിർദ്ദേശാനുസരണം അയാളായിരിക്കും സ്ട്രിക്റ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഏത് സീനിൽ ഏതൊക്കെ ഡ്രസ്സ് ധരിക്കണം, ആ ഡ്രസ്സ് ഏത് വിധത്തിലുള്ള ഡ്രസ്സാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ചെളി ധരിച്ച ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ ഓഫീസ് ഷൂട്ട് ചെയ്യുന്ന ആ സമയത്ത് ചെളി ധരിച്ച ഡ്രസ്സ് ഇപ്പോൾ ചെളി തെറിച്ചിട്ടുണ്ട്, അപ്പോൾ ആ ഡ്രസ്സ് ധരിക്കാനൊക്കെ ആയിട്ട് നിർദ്ദേശം കൊടുക്കുന്നത് ഈ അസിസ്റ്റൻറ്റ് ഡയറക്ടറായിരിക്കും. ഈ സീക്വൻസിൽ അയാൾ കടന്നുപോയ വഴികളിൽ വെച്ച് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഈ ഷർട്ടിൽ ഉള്ളത് അതുപോലെ തന്നെ. അത് ചിലപ്പോൾ ആദ്യം എടുക്കുന്നത് ഈ ചെളി തെറിച്ചതിന് ശേഷം ഓഫീസിൽ വരുന്ന സീനായിരിക്കും. അത് സിനിമയിൽ പലപ്പോഴും തമാശ ഉണ്ടാക്കുന്ന സീനാണ്. ഈ ഓഫീസിൽ വരുമ്പോൾ ഈ ചെളി തെറിക്കുന്ന സീന് ആദ്യം എടുത്തിട്ടുണ്ടാവില്ലേ. അപ്പോൾ ആദ്യമേ ഇതിൽ ഇങ്ങനെയായിരിക്കും ചെളി തെറിക്കുക എന്ന് വിചാരിച്ചിട്ട് ചെളിയൊക്കെ തെറിപ്പിച്ച് വെക്കും. പക്ഷെ ചെളി തെറിക്കുന്ന സീൻ എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ യഥാർത്ഥത്തിൽ അത്രയും ചെളി തെറിച്ചിട്ടുണ്ടാവില്ല. അതാണ് പലപ്പോഴും ചില സിനിമകളിൽ ഈ ചെറിയ ചെറുക്കുകളൊക്കെ അത്രയും ചെളി തെറിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ.